കാലം മുൻപ് എൻ്റെ പേരുള്ള ഏറ്റവും വലിയ അലിഗേഷൻ ആയിരുന്നു ഞാൻ ഭർത്താവിനെ വീഡിയോയിൽ കാണിക്കുന്നില്ല എന്നുള്ളത്. എനിക്ക് എന്തോ കള്ളത്തരമുണ്ട്, അല്ലെ എന്തോ കുഴപ്പമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഭർത്താവിനെ കാണിക്കാത്തത് എന്നായിരുന്നു പ്രശ്നം. ആ ബന്ധം അവസാനിച്ചു. ഇപ്പോൾ വീഡിയോയിൽ എൻ്റെ ഭർത്താവിനെ കാണിക്കുമ്പോൾ അയ്യേ ഇതെന്താ ഒരുത്തരെ കാണിക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്ന് ചോദിക്കുന്നു. നമസ്കാരം. ഞാൻ ഇന്ന് രാവിലെയാണ് ദീപ്തി ചേച്ചിയുടെ ഈ വീഡിയോ കാണുന്നത്. ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്ന യൂട്യൂബ് ചാനലിൽ ദീപ്തി ചേച്ചി അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ്, ഏറ്റവും ഒടുവിലായിട്ട് അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ്. അപ്പൊ ഈ വീഡിയോയിൽ പുള്ളിക്കാരിയുടെ ആദ്യ വിവാഹ ജീവിതത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്, എന്തുകൊണ്ടാണ് ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയത് എന്നുള്ളതിന്റെ സത്യാവസ്ഥ മുഴുവനായിട്ട് തുറന്നു പറയുന്നുണ്ട്. ആ സമയത്ത് പുള്ളിക്കാരി അനുഭവിച്ച എല്ലാ കാര്യങ്ങളും യാതൊരു രീതിയിലുള്ള മടിയുമില്ലാതെ ഒരു ഒളിയും മറയുമില്ലാതെ പുള്ളിക്കാരി ആ വീഡിയോയിൽ പറയുന്നുണ്ട്. ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണം എന്ന് നോക്കിയിരിക്കുന്ന ആൾക്കാരൊക്കെ ആ വീഡിയോ കണ്ടാൽ മതി. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ദീപ്തി ചേച്ചി ഒരു ഇൻസ്പിറേഷനാണ്. പുള്ളിക്കാരി ഒരു റിയൽ സർവൈവർ ആണ് എന്ന് പറയാൻ സാധിക്കും. 8 വർഷത്തോളം ഉണ്ടായിരുന്ന ഒരു റിലേഷൻഷിപ്പ്, ആ റിലേഷൻഷിപ്പിൽ അനുഭവിക്കാവുന്നതിന്റെ അങ്ങേയറ്റം പുള്ളിക്കാരി അനുഭവിച്ചു, സഹിക്കാൻ പറ്റുന്നതിന്റെ അങ്ങേയറ്റം പുള്ളിക്കാരി സഹിച്ചു. ഒരു പ്രണയമായിട്ട് തുടങ്ങിയതാണ്, പിന്നീട് അത് വിവാഹത്തിലേക്ക് കടക്കുന്നു. അതിനുശേഷമാണ് പ്രണയിച്ച അല്ലെങ്കിൽ തന്നെ വിവാഹം കഴിച്ച ഹസ്ബൻഡിന്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ആദ്യം ഭയങ്കര സ്നേഹമായിരുന്നു, പിന്നീട് ആ സ്നേഹം മാറി കുറയുന്നതായിട്ട് കണ്ടു. പിന്നീട് അയാൾക്ക് സംശയമാകുന്നു, ആവശ്യമില്ലാത്ത റെസ്ട്രിക്ഷൻസ് ഒക്കെ വെക്കുന്നു, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് വഴക്കിടുന്നു, ഉപദ്രവിക്കുന്നു. എന്നിട്ട് കള്ളുകുടിയനായിട്ടുള്ള സ്വന്തം ഭർത്താവിനെയും കൊണ്ട് ഡി അഡിക്ഷൻ സെന്ററുകളോളം ഇങ്ങനെ കയറി ഇറങ്ങി നടക്കേണ്ടി വരുന്ന ഒരു ഭാര്യയുടെ അവസ്ഥ. ഇയാളുടെ ഉപദ്രവം സഹിക്കാൻ വയ്യാതെ എവിടേക്ക് പോകണമെന്ന് പോലും അറിയാതെ ജീവിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ. പിന്നെയും എത്ര ഉപദ്രവിച്ചാലും കുറച്ച് കഴിയുമ്പോൾ വന്ന് സോറി പറയുമ്പോഴേക്കും ഓക്കെ പാവമല്ലേ, അയാൾക്ക് ഞാനല്ലേ ഉള്ളൂ എന്നൊരു ചിന്ത വെച്ച് ഇതെല്ലാം സഹിച്ച് ജീവിക്കേണ്ടി വരുന്ന ഒരു സ്ത്രീയുടെ അവസ്ഥ. ഇതൊക്കെ ആ വീഡിയോ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. 42 മിനിറ്റ് ഉള്ളൊരു വീഡിയോ ആണത്. അതിനെ മൊത്തം ഒന്നും കാണിക്കാൻ പറ്റത്തില്ല, പക്ഷേ ചെറിയൊരു ഭാഗം ഞാൻ ആദ്യം നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയോ, നിങ്ങളുടെ ഭാര്യയ്ക്കോ ഭർത്താവിനോ കുറച്ച് വർഷം മുന്നേ നിങ്ങളെ പരിചയപ്പെടുന്നതിന് മുന്നേ ഭാര്യ മക്കളുണ്ടായിരുന്നു, നിങ്ങളോടത് മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എത്ര പേര് ക്ഷമിക്കും? എത്ര പേര് നിങ്ങളത് ക്ഷമിക്കും? അത് പോരാഞ്ഞിട്ട് ആ ജീവനാന്തം നമ്മളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക, നമ്മളിതെല്ലാം സഹിച്ചുകൊണ്ടിരിക്കുക. അപ്പം നിങ്ങൾ ഓർത്തോണം, ഞാൻ വർഷങ്ങളോ അപ്പം പിന്നീട് ഞാൻ ആലോചിക്കും, ഞാൻ എന്തൊരു മണ്ടിയാണ്, ഞാൻ ഇയാളെന്നെ എന്തെല്ലാം ഉപദ്രവിക്കുന്നു, എന്തെല്ലാം സംശയിക്കുന്നു, എന്തൊക്കെ ചെയ്യുന്നു, ഞാൻ ഒരിക്കൽ പോലും സംശയിച്ചിട്ടില്ല. പക്ഷെ ഇതിലൊക്കെ നമ്പർ 1 കൂടെ നിന്നത് അദ്ദേഹത്തിൻ്റെ അമ്മയാണ്. ആദ്യകാലം തൊട്ടേ എന്നോട് ഫോൺ വിളിക്കും, ഒരിക്കൽ പോലും എന്നോട് ഇക്കാര്യം പറഞ്ഞിട്ടില്ല. അവന് പണ്ടൊരു അഫെയർ ഉണ്ടായിരുന്നു, ഇത് മാത്രം പറഞ്ഞിട്ടുണ്ട്, ഇതല്ലാണ്ട് ഒന്നും ആ സ്ത്രീ പറഞ്ഞിട്ടില്ല. പിന്നെ കുഞ്ഞാവ് വന്നു, ഡി അഡിക്ഷൻ സെൻ്ററിൽ നിന്നു. ഡി അഡിക്ഷൻ സെൻ്ററിൽ നിന്ന് ഇറങ്ങിയതിൻ്റെ അന്ന് എന്നെ പുള്ളി വല്ലാണ്ട് ഉപദ്രവിച്ച് അന്ന് കുഞ്ഞാവയും അണ്ണാണിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു, ഇവർ ഇടപെട്ടു. അങ്ങനെയാണ് പുള്ളിയുടെ അമ്മയെ വിളിക്കുന്നു, ഇവർ പോകുന്നു. ഞാൻ നേരെ SP ഓഫീസിൽ കൊണ്ടുപോയി ഡയറക്റ്റ് ഞാൻ കേസ് കൊടുത്തു. എനിക്കിനി കാരണം ഞാൻ അവിടെ കൊണ്ട് നിർത്തി. എന്തിൻ്റെ പേരിൽ എനിക്ക് സഹതാപം തോന്നണം? കാരണം ഈ ഭാര്യ മക്കളുണ്ടെന്നുള്ള കാര്യം കൂടെ ഞാൻ ക്ഷമിച്ചിട്ട് കൂടെ ഞാൻ ഒരുമിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഉണ്ടാവത്തില്ല. പിന്നെ എന്തിനാണ് അവർ പിരിഞ്ഞതെന്നോ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇത്രയൊക്കെ അനുഭവിച്ചിട്ടും ആ ബന്ധത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും ഇപ്പോഴും അയാൾ ഇവരെ വിടാതെ പിന്തുടരുകയാണ്. ഇവരെ കണ്ടിന്യൂസ് ആയിട്ട് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്നു, എത്ര ബ്ലോക്ക് ചെയ്താലും പല പല നമ്പറിൽ നിന്ന് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊരു കഷ്ടമാണല്ലേ സത്യത്തില്. എനിക്ക് എല്ലാവരോടും പറയാനുള്ളൊരു കാര്യം, ഇതുപോലുള്ള ഒരു ബന്ധത്തിൽ നിങ്ങൾ ആരെങ്കിലും അകപ്പെട്ടു പോയിട്ടുണ്ടെന്നുള്ളത്, അതിപ്പോൾ ആണായാലും പെണ്ണാണെങ്കിലും എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുക. ഇത്തരം ആൾക്കാർ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാമോ? നമ്മൾ മാത്രമേ അവർക്കുള്ളൂ എന്നൊരു തോന്നൽ നമ്മളിൽ തോന്നിപ്പിക്കും. അപ്പം നമുക്ക് അതിനകത്തുനിന്ന് രക്ഷപ്പെട്ടു പോകാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. നമ്മൾ ഇത് നിർത്താം അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഇറങ്ങി പോകാം എന്ന് വിചാരിക്കുന്ന സമയത്ത് നമ്മൾ ആലോചിക്കുന്നത്, അയ്യോ ആ പാവത്തിന് ഞാൻ മാത്രമല്ലേ ഉള്ളൂ, ഞാനല്ലാതെ വേറെ ആരും ഇല്ല, അയാൾ വിഷമിക്കുമല്ലോ അല്ലെങ്കിൽ അവൾ വിഷമിക്കുമല്ലോ എന്നുള്ള ചിന്ത കൊണ്ടായിരിക്കും ഇവര് അല്ലെങ്കിൽ ഈ സർവൈവേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യാത്തത്. അത് സത്യത്തിൽ ഒരു ട്രാപ്പാണ് എന്ന് നമ്മൾ എല്ലാവരും മനസ്സിലാക്കുക. ഈ വീഡിയോയുടെ അടിയിലും പോയി ഒരുപാട് ആൾക്കാർ ചിലപ്പോൾ നെഗറ്റീവ് കമന്റുകൾ ഇടും. ഒരുപാട് ആൾക്കാർ ദീപ്തി ചേച്ചിയെ കുറ്റപ്പെടുത്താൻ വേണ്ടി പോകും. എന്തിനാണ് ഇത് തുറന്നു പറഞ്ഞത്? സത്യത്തിൽ ഈ ഒരു കഥ തുറന്നു പറഞ്ഞത് കൊണ്ട് മാത്രം പലർക്കും ഈ സ്റ്റോറി ഒരു ഇൻസ്പിറേഷൻ ആകും. ഇതുപോലെയുള്ള റിലേഷൻഷിപ്പിൽ തുടരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ആ ആൾക്കാർക്കൊക്കെ ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ്. സത്യത്തിൽ നമ്മൾ അനുഭവിക്കാത്ത ജീവിതങ്ങൾ നമുക്ക് കെട്ടുകഥകൾ മാത്രമാണ് എന്ന് കേട്ടിട്ടില്ലേ?
ഈ സ്റ്റോറി കേൾക്കുമ്പോൾ നമ്മൾ വെറും വ്യൂവേഴ്സ് മാത്രമാണ്, നമ്മൾ വെറും കാണികൾ മാത്രമാണ്. ദീപ്തി എന്ന് പറയുന്ന ആ വ്യക്തി യഥാർത്ഥത്തിൽ അനുഭവിച്ചതിൻ്റെ ആ ഒരു ആഴം അല്ലെങ്കിൽ ആഴവും പരപ്പും ഒന്നും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ അത് മനസ്സിലാക്കാതെ നമ്മളാരും പോയി നെഗറ്റീവ് കമൻറ്റുകൾ ഇടാതിരിക്കുക. നമുക്കൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളിൽ കമൻറ്റ് പറയാനും പോലും അവകാശമില്ല, അവരെ ജഡ്ജ് ചെയ്യാൻ പോലും അവകാശമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. പുള്ളിക്കാരി പറഞ്ഞത് തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത്. ഇത്രയും വർഷം സഹിച്ച്, എല്ലാ ഉപദ്രവങ്ങളും സഹിച്ചു, എല്ലാ കാര്യങ്ങളും സഹിച്ച് ജീവിച്ചിട്ടും തന്നിൽ നിന്ന് ഒരു വലിയ സത്യം ഭർത്താവ് മറച്ചു വെച്ചു എന്ന് അറിയേണ്ടി വരുന്ന ഒരു സ്ത്രീയുടെ അവസ്ഥ എന്തുമായിരിക്കും? അയാൾക്ക് വേണ്ടി എല്ലാം സഹിച്ച് അയാളുടെ കൂടെ നിന്നു, പക്ഷേ അയാൾ വിവാഹം കഴിച്ചിട്ടുണ്ട് എന്നുള്ള നഗ്ന സത്യം മറച്ചു വെച്ച് അവസാനം അത് അറിയേണ്ടി വരുമ്പോൾ അവരുടെ മാനസികാവസ്ഥ എന്തുമായിരിക്കും? പുള്ളിക്കാരി ഇത്രയും പിടിച്ചു നിന്നല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്നിട്ട് അതിനകത്തുനിന്ന് വളരെ ധൈര്യത്തോടു കൂടിയിട്ട് ഇറങ്ങിപ്പോകുന്ന ഇപ്പം നല്ലൊരു ജീവിതം കെട്ടിപ്പടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലും പോയി നെഗറ്റീവ് പറയാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാരിരിക്കുകയാണ്. ഇനി വേറെ ചില ആൾക്കാർ പറയും, ഇവള് പറയുന്നതെല്ലാം സത്യമാണ് എന്ന് എന്താണ് ഉറപ്പ്? അയാളുടെ ഭാഗം കൂടി കേൾക്കണ്ടേന്ന്. നിങ്ങളോട് എനിക്ക് ഒന്നേ ചോദിക്കാനുള്ളൂ. അതായത് ഇത്രയും വലിയൊരു സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യം ഇങ്ങനെ വന്ന് ഓപ്പൺ ആയിട്ട് തുറന്നു പറയണമെന്നുണ്ടെങ്കിൽ അത് സത്യമായിരിക്കണം. കാരണം ചുമ്മാ കള്ളം വന്നിങ്ങനെ ഓപ്പൺ ആയിട്ട് തുറന്നു പറയാൻ പറ്റത്തില്ലല്ലോ. അത് മാത്രമല്ല, ഈ എക്സ് ഹസ്ബൻഡ് ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല, മീഡിയയുടെ മുമ്പിലോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു പരാതി പോലും കൊടുത്തിട്ടില്ല. ഇത് കള്ളത്തരമാണെന്നുണ്ടെങ്കിൽ, അയാളെക്കുറിച്ച് വെറുതെ ആവശ്യമില്ലാതെ അനാവശ്യം പറഞ്ഞു പരത്തുവാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ എക്സ് ഹസ്ബൻഡ് പരാതി കൊടുത്തിട്ടില്ല? എന്തുകൊണ്ട് അയാൾ രംഗത്ത് വന്നിട്ടില്ല? അയാൾക്ക് പറ്റത്തില്ല വരാന്. അയാൾക്കറിയാം അയാൾ ചെയ്തു കൂട്ടിയ തെറ്റുകളൊക്കെ തന്നെ അയാൾക്ക് അറിയാം. പിന്നെയും ഹിഡനായിട്ടിരുന്നിട്ട് ഇവരെ ഉപദ്രവിക്കാൻ നോക്കുകയാണ്. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ജീവിതങ്ങളൊക്കെ കണ്ട് നമ്മൾ മനസ്സിലാക്കുക, പഠിക്കുക. ഒരുപാട് ഡീപ്പായിട്ട് ചെല്ലുന്നതിനേക്കാട്ടിൽ മുമ്പ് രക്ഷപ്പെടാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ രക്ഷപ്പെടുക. ഞാൻ ആ വീഡിയോ മുഴുവനായിട്ട് കാണിക്കാതിരുന്നത്, നിങ്ങൾ ആ വീഡിയോ നേരിട്ട് കണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ ആ ഒരു ഇമോഷൻ മനസ്സിലാവത്തുള്ളൂ. ഞാനത് ഇതിനകത്തൂടെ കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നതിൽ നിന്ന് നിങ്ങൾക്ക് വലുതായിട്ടത് മനസ്സിലാവത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ അനുഭവിക്കാത്ത ജീവിതങ്ങൾ നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമായിരിക്കും. അവരെ ജഡ്ജ് ചെയ്യാനോ അവരെ പോയി നെഗറ്റീവ് കമൻറ്റ് പറയാനോ ഒന്നും നമുക്ക് അവകാശമില്ല. ഇപ്പോൾ ദീപ്തി എന്ന് പറയുന്ന വ്യക്തി അത്യാവശ്യം സന്തോഷവതിയാണ്, നല്ല സന്തോഷമുള്ളൊരു ജീവിതം കിട്ടി. അപ്പോൾ ആ ജീവിതത്തെ കുറിച്ചിട്ട് ആൾക്കാരിലേക്ക് കാണിക്കുന്ന സമയത്ത് എല്ലാവരും പോയി നെഗറ്റീവ് കമൻറ്റുകൾ പറയുന്നു. നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ട കാര്യം, പാസ്റ്റ് റിലേഷൻഷിപ്പിലെ കാര്യങ്ങൾ ഇപ്പോഴും പുള്ളിക്കാരിയെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരിയുടെ ശരീരമായിക്കോട്ടെ ആ കാര്യങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടത്തെ വേദന മറക്കാൻ വേണ്ടിയിട്ട് ഗുളികകൾ കഴിച്ച് ആ ഗുളികയോട് ശരീരത്തിന് ആസക്തി ഉണ്ടാവുക, എന്നിട്ട് ആ ആസക്തി ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോയി കിടക്കേണ്ടി വരുന്ന അവസ്ഥ, അത് വല്ലാത്ത പരിതാപകരമായ അവസ്ഥയാണ്. മിക്കപ്പോഴും ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് സ്ത്രീകളാണ്, കൂടുതലും സ്ത്രീകളാണ്. പക്ഷെ പുരുഷന്മാരും ഉണ്ടായിരിക്കാം, പക്ഷെ കൂടുതലും സ്ത്രീകളാണ് ഇത്തരം അവസ്ഥകളിലൂടെ കടന്നു പോകേണ്ടി വരുന്നത്. ഓൾമോസ്റ്റ് ഇപ്പം സമൂഹത്തിൽ എന്ത് പ്രശ്നങ്ങൾ നടന്നു കഴിഞ്ഞാലും, എന്ത് ദുരിതങ്ങൾ ഉണ്ടായി കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നത് സ്ത്രീയാണെന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അത് സത്യമാണ്. അതിപ്പോൾ ഒരു രാജ്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ രാജ്യത്ത് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും, ഇപ്പം യുദ്ധമായിക്കോട്ടെ, വേറെ പ്രശ്നങ്ങളായിക്കോട്ടെ, സാമ്പത്തിക മാന്ദ്യം ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നത് സ്ത്രീകളായിരിക്കും. അതിൻ്റെ കൂടെ കുടുംബത്തിൽ നിന്നുണ്ടാകുന്ന ഉപദ്രവം, ബാക്കിയുള്ള കാര്യങ്ങൾ, ഇതെല്ലാം സഹിച്ച് ഒരു സ്ത്രീ സർവൈവ് ചെയ്ത് സ്വന്തം കാലം നിൽക്കുന്ന ഒരു സിറ്റുവേഷന് വന്നു കഴിഞ്ഞാൽ അപ്പോഴും സമൂഹം പറയും അവള് കള്ളിയാണ്, അവള് ഫേക്കാണ്, അവള് എളുപ്പവഴിയിലൂടെ രക്ഷപ്പെട്ടതാണ്, അല്ലെന്നുണ്ടെങ്കിൽ അവളുടെ ശരീരം വിറ്റിട്ടാണ് ഇത്രയും സക്സസ് ആയത്, അങ്ങനെ വേണമെങ്കിലും പറയും. ഏതെങ്കിലും ഒരു സ്ത്രീ സക്സസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പുറകിൽ വേറെ എന്തെങ്കിലുമൊക്കെ തിരഞ്ഞു പോകുന്ന ആൾക്കാരാണ്. അവളുടെ ഹാർഡ് വർക്ക് കൊണ്ടായിരിക്കത്തില്ല അവൾ സക്സസ് ആയത്, അവൾ വേറെ പലതും ചെയ്തിട്ടായിരിക്കും സക്സസ് ആയത്, ഇങ്ങനെ പറയുന്ന ആൾക്കാരാണ്. അതിപ്പോൾ ഒരു കമ്പനി ആയിക്കോട്ടെ, ഏത് വർക്ക് പ്ലേസ് ആയിക്കോട്ടെ, ഏത് സ്ഥലമായിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, ഇങ്ങനെയായിരിക്കും ആൾക്കാർ പറയുന്നത്. സ്ത്രീകൾ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ, സ്ത്രീകൾ സക്സസ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവൾ വേറെ പലതും ചെയ്തിട്ട് സക്സസ് ആയതാണ്, ഇങ്ങനെ വരെ പറഞ്ഞിട്ട് ആ സക്സസിനെയും ആ ജയത്തെ പോലും വില കുറച്ച് കാണുന്ന ആൾക്കാരാണ് നമ്മുടെ സമൂഹത്തുള്ളത്. അപ്പം അത്തരക്കാരുള്ള ഒരു സമൂഹത്ത് ഇവരെ പോലെയുള്ള സ്ത്രീകൾ ശരിക്കും ഒരു ഇൻസ്പിറേഷനാണ്. ഒരുപാട് സ്ത്രീകൾക്ക് ഇൻസ്പിറേഷനാണ്. ഇവരിത് തുറന്നു പറഞ്ഞത് വളരെ നന്നായി. ഇല്ലെന്നുണ്ടെങ്കിൽ നാളെ ഇവർക്ക് നേരെ ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു വന്നേനെ. ആ ചോദ്യങ്ങൾ ഉയർന്നു വരുന്നതിന് മുമ്പ് ഇവരിപ്പം തന്നെ ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് ഒരുപാട് നന്നായി.
അത് വളരെ നല്ല കാര്യമാണ്, ഒത്തിരി പേർക്ക് ഇൻസ്പിറേഷനാണ്. ഇനി ഇതുപോലെ തന്നെ തുടർന്ന് പോവുക. ആരെയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനെ പിന്തുടർന്ന് ഉപദ്രവിക്കുന്നവരെ തിരിച്ചടിക്കുക, നല്ല രീതിയിലുള്ള തിരിച്ചടി അവർക്ക് കൊടുക്കുക. എങ്കിൽ മാത്രമേ അവരുടെ ആ ഉപദ്രവം നിൽക്കത്തുള്ളൂ. ആരെന്ത് നെഗറ്റീവ് പറഞ്ഞാലും നോക്കണ്ട, കാരണം ആൾക്കാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അവരുടെ വായിലെ വെള്ളം പറ്റുമ്പോൾ അവർ നിർത്തിക്കോളും. നമ്മൾ നമ്മുടെ ജീവിതവുമായിട്ട് മുന്നോട്ട് പോവുക, സക്സസ് ആയിട്ട് മുന്നോട്ട് പോവുക, ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ ഈ ദീപ്തി ടീച്ചറെ പോലെയുള്ള ആൾക്കാരെ, ദീപ്തി ചേച്ചിയെ പോലെയുള്ള ആൾക്കാരെ പോയി നെഗറ്റീവ് പറയുന്ന ആൾക്കാരെ ഒന്ന് ആലോചിക്കുക. നമ്മൾ യഥാർത്ഥത്തിൽ ആ ഒരു ജീവിതം അനുഭവിച്ചിട്ടുണ്ടോ? അനുഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് പോയി വലിയ രീതിയിലുള്ള കമൻറ്റ് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു അവകാശവും ഇല്ല.